ദി അക്കൗണ്ടന്റ് 2 2014 ഇറങ്ങിയ ദി അക്കൗണ്ടന്റിന്റെ സീക്വലാണ് ഈ സിനിമ. അക്കൗണ്ടന്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. ബെൻ അഫ്ലെക്കിന്റെ ഒരു കിടിലൻ സിനിമയാണ്. ജോൺ ബ്രദലും ഉണ്ട് ആ ഒരു സിനിമയിൽ. അതിനകത്ത് കുറച്ച് ഒരു വില്ലൻ റോൾ പോലെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ക്ലൈമാക്സ് ആവുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ഒറിജിനൽ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ ആ ഒരു 2014 ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം 9 വർഷമായി. 2025 ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. സെയിം കാസ്റ്റൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലും ഉണ്ടായിരുന്നത്. ഫസ്റ്റിലുണ്ടായിരുന്ന ഏകദേശം എല്ലാവരും ഈ ഒരു സിനിമയിലും ഉണ്ട്. ഫസ്റ്റിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ സിനിമയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് കുറച്ചും കൂടെ ആ ഒരു ബ്രദർലി ബോണ്ട്, അതായത് ഈ ബെൻ അഫ്ലെക്കിൻ്റെയും ജോൺ ബ്രദറിൻ്റെയും ക്യാരക്ടർ തമ്മിൽ ഒരു ബ്രദേഴ്സ് ആണല്ലോ. അപ്പം ആ ഒരു ബ്രദർലി ബോണ്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ആക്ച്വലി ഫസ്റ്റ് ഭയങ്കര നൈസ് എക്സ്പീരിയൻസ് ആണ്. കാരണം ആ ഒരു ക്യാരക്ടറിനെ നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെയും ആ ഒരു ക്യാരക്ടർ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് ഫുൾ സർപ്രൈസസ് ആയിരുന്നു ആ ഒരു സിനിമയിൽ. പ്രത്യേകിച്ച് ഒരു ഓട്ടിസം ഉള്ള ഒരു അക്കൗണ്ടൻ്റ് ഈ പറയുന്ന വലിയ അണ്ടർ വേൾഡിൽ ഭയങ്കര ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ വെപ്പൺസൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു മിസ്റ്ററി ഫോൺ കോൾ ചെയ്യുന്ന ആരാണെന്ന് അറിയാനും, പിന്നെ റെയ്മൺ കിങ് ആരാണ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഭയങ്കര മിസ്റ്ററി ആയിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ സ്റ്റോറി അല്ലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയ്മൺ കിങ്ങിൻ്റെ ആ ഒരു മർഡർ സോൾവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അത് ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റും. റെയ്മൺ കിങ് മറ്റേ കയ്യിൽ ഫൈൻഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെയ്മൺ കിങ്ങിനെ ആരാണ് മർഡർ ചെയ്തത്, എന്താണ് ഈ ഒരു മർഡറും റെയ്മൺ കിങ്ങുമായിട്ടുള്ള കണക്ഷൻ, ആ ഒരു സാധനങ്ങൾ അതിനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണിത്. ഇത് ഫസ്റ്റിന് അത്രയും പോരാ ആക്ച്വലി. എനിക്ക് പേഴ്സണലി ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ക്ലൈമാക്സിൽ ഒരു കിടിലൻ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതായത് ഇവർ ബ്രദേഴ്സ് രണ്ടുപേരും കൂടെ ഉള്ള ഒരു കിടിലൻ സാധനം, അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ്, ആ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഭയങ്കര രസമാണ്, സെക്കൻഡ് അത്രയും പോരാ. കൊള്ളില്ല എന്നല്ല, ഒരു തവണ കാണാനായിട്ട് കൊള്ളാം. OTTയിൽ ഇപ്പോഴാണ് സാധനം റിലീസായത്. ആക്ച്വലി ഇത് നല്ല കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. കാരണം ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയൊരു സിനിമയാണ്. പിന്നെ അത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയൊന്നും അല്ലായിരുന്നു. അങ്ങനെ ബഡ്ജറ്റായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതിനകത്ത് കുറച്ചും കൂടെ ഈ പറയുന്ന ടെക്നിക്കൽ സാധനങ്ങളൊക്കെ കാണിക്കുന്നു. അങ്ങനെ പോകുന്നു. പക്ഷേ ഫസ്റ്റിന് കുറച്ചൊരു കോറസ് സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടു നോക്കുക. ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ട് തോന്നുക എന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ദ അക്കൗണ്ടൻ്റ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ദ അക്കൗണ്ടൻ്റ് 2 കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഒപ്പീനിയൻസ് പറ.